യുഎസ് ഭരണകൂടത്തെ വിവാദത്തിലാക്കി വീണ്ടും സൈനിക നീക്കങ്ങളുടെ രഹസ്യ ചോർച്ച. വൈസ് പ്രസിഡന്റ്, പ്രതിരോധ സെക്രട്ടറി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, CIA തലവൻ ഉൾപ്പെടെ 18 ഉന്നത ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് ചാറ്റ് പുറത്തായ സംഭവം യുഎസിനെയാകെ പിടിച്ചുലയ്ക്കുന്നു. യമനിൽ നടത്തേണ്ട യുദ്ധനീക്കങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാക്കിയ സമൂഹമാധ്യമ ഗ്രൂപ്പിലെ സന്ദേശങ്ങളാണ് പുറത്തായത്. ദി അറ്റ്ലാന്റിക് മാഗസിന്റെ പത്രാധിപർ ജെഫ്രി ഗോൾഡ്ബെർഗിനെ അബദ്ധത്തിൽ ഗ്രൂപ്പിൽ ചേർത്തത് യുദ്ധതന്ത്രങ്ങൾ ചോരാൻ കാരണമായി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സ് രൂപീകരിച്ച ഗ്രൂപ്പിലേക്ക് തന്നെ ചേർക്കുകയായിരുന്നുവെന്ന് ജെഫ്രി ഗോൾഡ്ബെർഗ്. ആക്രമണ രഹസ്യ ചോർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മൈക്ക് വാട്സ്. സംഭവം ഗൌരവതരമല്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 18 പേരടങ്ങുന്ന ഗ്രൂപ്പിലെ അംഗങ്ങളെ പോലും നിരീക്ഷിക്കാൻ അറിയാത്തവരുടെ കൈകളിൽ രാജ്യസുരക്ഷ എത്രത്തോളം ഭദ്രമാകുമെന്ന് ഡെമോക്രാറ്റുകൾ. 1857 തുടങ്ങി ഇന്നും പ്രശസ്തമായ രീതിയിൽ യുഎസിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു മാഗസിനാണ് ദ അറ്റ്ലാന്റിക്. മാഗസിന്റെ ഇപ്പോഴത്തെ എഡിറ്ററാണ് വാഷിംഗ്ടൺ DC-യിൽ നിന്നുള്ള ജെഫ്രി ഗോൾഡ്ബെർഗ്. മാർച്ച് 11 അദ്ദേഹത്തിന് സിഗ്നൽ ആപ്പിൽ നിന്ന് ഹൂതി PC സ്മോൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തുകൊണ്ടുള്ള സന്ദേശം എത്തുന്നു. ജെഫ്രി ഗോൾഡ്ബെർഗ് ഗ്രൂപ്പിനെ അത്ര കാര്യമാക്കിയില്ല. അല്പം കഴിഞ്ഞ് ഗ്രൂപ്പ് പരിശോധിച്ച് ജെഫ്രി ശരിക്കും ഒന്ന് ഞെട്ടി. സാധാരണക്കാരൊന്നുമല്ല ഗ്രൂപ്പിലെ അംഗങ്ങൾ. എല്ലാവരും US ഭരണകൂടത്തിലെ ഉന്നതന്മാർ. വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, ദേശീയ ഇന്റലിജൻസ് മേധാവി തുൾസി ഗബാർഡ്, US ചാരസംഘടനയായ CIA മേധാവി ജോൺ റാറ്റ്ക്ലിഫ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സ് തുടങ്ങി അമേരിക്കൻ സർക്കാരിലെ അതിശക്തർ. മൊത്തം 19 പേർ. ട്രംപ് ഭരണകൂടത്തിലെ അതിപ്രബലരായവർ മാത്രമുള്ള ചാറ്റ് ഗ്രൂപ്പിൽ തന്നെ എന്തിന് അംഗമാക്കിയെന്ന് ജെഫ്രി ഗോൾഡ്ബെർഗിന് സംശയം തോന്നാതിരുന്നില്ല. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്കിൾ വാട്സ് ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ തനിക്കുള്ള പ്രാധാന്യമെന്തെന്നും അദ്ദേഹം സ്വയം ചോദിച്ചു. വാട്സാപ്പിന് സമാനമായ ഒരു മെസ്സേജിംഗ് ആപ്പാണ് സിഗ്നൽ. അമേരിക്കയിൽ രാഷ്ട്രീയക്കാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും ഏറെ വിശ്വാസമാണ് സിഗ്നലിനെ. എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആണെന്നുള്ളതാണ് വിശ്വാസത്തിനൊരു കാരണം. അയക്കുന്നയാളും ലഭിക്കുന്ന വ്യക്തിയും മാത്രമേ സന്ദേശം കാണൂ. ഏറെക്കുറെ വിശ്വാസയോഗ്യമെന്ന നിലയിലാണ് സമൂഹത്തിൽ ഉന്നത പദവികളിൽ ഇരിക്കുന്നവർ സിഗ്നൽ ആപ്പ് ഉപയോഗിക്കുന്നത്. ഹൂതി PC സ്മോൾ ഗ്രൂപ്പിലേക്ക് സന്ദേശങ്ങൾ വരാൻ തുടങ്ങിയതോടെയാണ് കാര്യത്തിന്റെ ഗൌരവം പത്രാധിപരായ ജെഫ്രി മനസ്സിലാക്കുന്നത്. യമനിൽ ഹൂതി വിമതർക്ക് നേരെയുള്ള സൈനിക നീക്കം ചർച്ച ചെയ്യാൻ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പായിരുന്നു ഹൂതി PC സ്മോൾ ഗ്രൂപ്പ്. മാർച്ച് 15 ഹൂതികൾക്കെതിരെ ആക്രമണത്തിന് US പദ്ധതിയിട്ടിരുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ശേഷം ഹൂതികൾക്കെതിരെ നടത്തുന്ന ആദ്യ ആക്രമണ പദ്ധതിയായിരുന്നു. ചെങ്കടലിൽ 1.5 വർഷമായി ആഗോള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ നരകം പെയ്തിറങ്ങുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഹൂതി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു സിഗ്നൽ ആപ്പിൽ ചാറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ എവിടെയൊക്കെ ആക്രമിക്കണം, എപ്പോൾ ആക്രമിക്കണം, ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ തുടങ്ങി അതീവ രഹസ്യങ്ങൾ ഒരു പ്രമുഖ മാഗസിന്റെ പത്രാധിപരുടെ മൊബൈൽ ഫോണിലേക്ക് വന്നുകൊണ്ടിരുന്ന കാര്യം US ഭരണകൂടത്തിലെ ആരും അറിഞ്ഞിരുന്നില്ല. അതും ചാരസംഘടനയായ CIA തലവൻ അംഗമായ ഗ്രൂപ്പിൽ. ഹൂതികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഏകോപിപ്പിക്കാനുള്ള പ്രിൻസിപ്പിൾസ് ഗ്രൂപ്പ് എന്നാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സ് മാർച്ച് 13 അതായത് ആക്രമണം നടത്തുന്നതിനും 2 ദിവസം മുന്നേ അയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കിയത്. ഓരോരുത്തരും അവരവരുടെ സംഘത്തിലെ മികച്ചയാളെ പോയിന്റ് ഓഫ് കോൺടാക്റ്റായി നിർദ്ദേശിക്കണമെന്നും മൈക്കിൾ വാട്സ് സന്ദേശം അയച്ചു. ഒരു വേള ഹൂതികൾക്കെതിരായ ആക്രമണത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസ് എതിർത്തുകൊണ്ടുള്ള സന്ദേശം ഗ്രൂപ്പിൽ വന്നിരുന്നു. അബദ്ധത്തിനാണ് മുതിരുന്നതെന്നും JD വാൻസ് പറയുന്നുണ്ട്. അമേരിക്കയുടെ വ്യാപാരത്തിന്റെ 3% സൂയസ് കനാലിലൂടെയാണ്. പൊതുജനങ്ങൾക്ക് മനസ്സിലാകാത്ത അപകടം ഇതിലുണ്ട്. ഇത് ചെയ്യാനുള്ള ശക്തമായ കാരണം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു സന്ദേശം നൽകുകയാണ്. മാത്രവുമല്ല, എണ്ണവില കുതിച്ചുകയറാനും സാധ്യതയുണ്ടെന്ന് വൈസ് പ്രസിഡന്റ് വാൻസ് ചാറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ച് ആക്രമണം 1 മാസത്തേക്ക് നീട്ടിവെക്കുന്നത് ഉചിതമാണെന്നും JD വാൻസ് ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. ചാറ്റ് പുരോഗമിക്കുന്നതിനിടെ ഇനി ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ മുന്നോട്ടു പോകൂ എന്ന് പീറ്റ് ഹെഗ്സത്തിനോട് JD വാൻസ് മനസ്സില്ലാ മനസ്സോടെ പറയുന്നുണ്ട്. അതേസമയം സൗദി അറേബ്യയുടെ എണ്ണപ്പാടങ്ങൾക്ക് ഒരു വിധത്തിലുള്ള അപകടവും സംഭവിക്കരുതെന്നും അതൊഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഗ്രൂപ്പിലെ സന്ദേശങ്ങൾ രഹസ്യമായിരിക്കണമെന്നും വാൻസ് ഓർമ്മപ്പെടുത്തുന്ന സന്ദേശമെത്തിയപ്പോൾ ഒരുപക്ഷെ അറ്റ്ലാന്റിക്കിന്റെ എഡിറ്റർ ജെഫ്രി ഗോൾഡ്ബെർഗ് ഊറിച്ചിരിച്ചിട്ടുണ്ടാവും.
മാർച്ച് 15-ന് രാവിലെ 11:44-ന് ആക്രമണം നടത്താൻ പോകുന്ന വിവരം അറിയിച്ചുകൊണ്ട് പീറ്റ് ഹെഗ്സത്ത് സന്ദേശം ഗ്രൂപ്പിലെത്തി. കാലാവസ്ഥ അനുകൂലമാണ്, ദൌത്യം ആരംഭിക്കാൻ പോകുകയാണെന്ന് സെൻട്രൽ കമാൻഡുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചു എന്നായിരുന്നു പീറ്റ് ഹെഗ്സത്തിന്റെ സന്ദേശം. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക നീക്കങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് സെൻട്രൽ കമാൻഡാണ്. ആക്രമണ പദ്ധതിയും പീറ്റ് ഹെഗ്സത്ത് ഗ്രൂപ്പിൽ പങ്കുവച്ചു. ഉച്ചസമയം 12:15 ആദ്യ ആക്രമണത്തിനായി F-18 യുദ്ധവിമാനങ്ങൾ പറന്നുയരും. 1:45-ന് ആക്രമണം ആരംഭിക്കും. MQ-9 റീപ്പർ ഡ്രോണുകൾ ഉപയോഗിച്ചും ആക്രമണം തുടരും. 2:10-ന് കൂടുതൽ F-18 വിമാനങ്ങൾ ആക്രമണം നടത്തും. 3:36-ന് രണ്ടാമത്തെ ആക്രമണം ആരംഭിക്കും. ഇപ്രകാരമായിരുന്നു പീറ്റ് ഹെഗ്സത്തിന്റെ ആക്രമണ പദ്ധതിയുടെ വിവരണം. ഉദ്യമം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൊട്ടുപിന്നാലെ വൈസ് പ്രസിഡന്റ് JD വാൻസ് മറുപടിയിട്ടു. 1:48-ന് ഗ്രൂപ്പിൽ മൈക്കിൾ വാട്സിന്റെ സന്ദേശമെത്തി. ആക്രമണം വിജയകരം എന്ന സന്ദേശം എഴുതിയ വാൾസ് ഹൂതികളുടെ ഉന്നതനായ മിസൈൽ മനുഷ്യനെ തിരിച്ചറിഞ്ഞുവെന്നും അയാൾ കാമുകിയുടെ വീട്ടിലേക്ക് കയറിപ്പോയെന്നും ആ കെട്ടിടം തകർത്തു എന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സ് ഗ്രൂപ്പിൽ എഴുതി. ഉന്നതന്മാരുടെ ആക്രമണ പദ്ധതിയും അഭിപ്രായങ്ങളും ഗ്രൂപ്പിന്റെ ഒരു മൂലയിൽ ഒളിച്ചിരുന്ന് മനസ്സിലാക്കി ജെഫ്രി ആദ്യം അമ്പരന്നു. ട്രംപ് ഭരണകൂടത്തെ വിവാദത്തിലാക്കാൻ പോന്ന തെളിവുകൾ ലഭിച്ചിട്ടും അത് പ്രസിദ്ധീകരിക്കാതെ പോകുന്നത് ന്യായീകരിക്കാനാകില്ലെന്ന് ജെഫ്രിക്ക് തോന്നി. സിഗ്നൽ ചാറ്റ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് വൈറ്റ് ഹൌസിനോട് ചോദിച്ചുവെന്നാണ് ജെഫ്രി പിന്നീട് വെളിപ്പെടുത്തിയത്. പ്രസിദ്ധീകരിക്കാതിരുന്നാൽ നന്ന് എന്നായിരുന്നു വൈറ്റ് ഹൌസിൽ നിന്ന് കിട്ടിയ മറുപടിയെന്നും ജെഫ്രി സമ്മതിച്ചു. ഒരു മാധ്യമപ്രവർത്തകന്റെ ധാർമ്മികത മുൻനിർത്തി സിഗ്നൽ ചാറ്റിലെ കുറച്ച് വിവരങ്ങൾ മാത്രം അറ്റ്ലാന്റിക്കിൽ ജെഫ്രി ഗോൾഡ്ബർഗ് പ്രസിദ്ധീകരിച്ചു. അപ്പോഴാണ് ഈ സംഭവം ലോകമറിയുന്നത്. അതേസമയം ചാറ്റിലെ കൃത്യമായ വിവരങ്ങളൊന്നും അദ്ദേഹം എഴുതിയതുമില്ല. അറ്റ്ലാന്റിക് പ്രസിദ്ധീകരിച്ച ലേഖനത്തെ ചൊല്ലി സെനറ്റിൽ ഡെമോക്രാറ്റുകൾ ആഞ്ഞടിച്ചു. ട്രംപ് ഭരണകൂടത്തിന് നാണക്കേടുണ്ടാക്കിയ ഈ സംഭവത്തിൽ ഇങ്ങനെയൊരു ചോർച്ചയെ ഉണ്ടായിട്ടില്ലെന്നായിരുന്നു അധികൃതരുടെ പ്രതികരണം. ഒരു യുദ്ധപദ്ധതിയും ആരും ആർക്കും അയച്ചുകൊടുത്തിട്ടില്ലെന്ന് പീറ്റ് ഹെഗ്സത്തും സിഗ്നൽ ഗ്രൂപ്പിൽ ഒരു രഹസ്യ വിവരണവും ഷെയർ ചെയ്തിട്ടില്ലെന്ന് തുൾസി ഗബാർഡും സെനറ്റിൽ അറിയിച്ചു. അപ്പോൾ കള്ളം പറഞ്ഞത് അറ്റ്ലാന്റിക് മാഗസിനും എഡിറ്റർ ജെഫ്രി ഗോൾഡ്ബർഗുമോ എന്ന ചോദ്യം ഉയർന്നു. അതുവരെ ഗ്രൂപ്പിൽ ഒളിച്ചിരുന്ന ജെഫ്രി പുറത്തുവന്നു. ആദ്യം പുറത്തുവിട്ട വാർത്തകളിൽ സൈനിക രഹസ്യങ്ങളൊന്നും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നില്ലെന്നും അതാണ് ഞങ്ങളുടെ നയമെന്നും ജെഫ്രി പറഞ്ഞു. പക്ഷേ പ്രസിഡന്റും മറ്റുള്ളവരും ഞങ്ങൾ കള്ളം പറയുകയാണെന്ന് വ്യക്തമാക്കുമ്പോൾ വായനക്കാർ ഗ്രൂപ്പിൽ വന്ന സത്യങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ കരുതുന്നു എന്ന ആമുഖക്കുറിപ്പോടെ ഗ്രൂപ്പ് ചാറ്റിലെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം അറ്റ്ലാന്റിക്കിൽ പ്രസിദ്ധീകരിച്ചു. ഗ്രൂപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളോടുകൂടി വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ ഭരണകൂടം മൌനമായി. വെറുതെ ഇരുന്ന താൻ ഗ്രൂപ്പിൽ വന്ന് പെട്ടുവെന്നും ജെഫ്രി തുറന്നു പറഞ്ഞു. ഇത്രയേ ഉള്ളോ ട്രംപിന് കീഴിൽ ദേശസുരക്ഷ എന്ന് ജനങ്ങളും പരിഹസിച്ചു. പിന്നെ നടന്നതെല്ലാം ന്യായീകരണ ശ്രമങ്ങളായിരുന്നു. അതീവ രഹസ്യമായ ആക്രമണ പദ്ധതിയുടെ വിവരങ്ങൾ ചോർന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാൾസ്. സംഭവം ഗൌരവതരമല്ലെന്ന് പറഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നല്ലൊരു മനുഷ്യനായ മൈക്കിൾ വാട്സ് ഒരു പാഠം പഠിച്ചെന്നും പറഞ്ഞ് പ്രശ്നത്തെ നിസ്സാരമാക്കാൻ ശ്രമിച്ചു. വിവാദങ്ങൾ നടക്കുന്നതിനിടെ തന്നെ വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഉന്നത സൈനികരുമടങ്ങിയ ചാറ്റ് ഗ്രൂപ്പിൽ ഒരു മാധ്യമപ്രവർത്തകൻ എങ്ങനെ കയറിക്കൂടിയെന്ന അന്വേഷണത്തിലായിരുന്നു US അന്വേഷണ ഏജൻസികൾ. മധ്യപൂർവേഷ്യയിലെ US-ന്റെ സൈനിക നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരുടെ ഗ്രൂപ്പിൽ ജെഫ്രി ഗോൾഡ്ബർഗ് ക്ഷണിക്കപ്പെടാത്ത ഉന്നതനായിരുന്നു. ഗ്രൂപ്പിലേക്ക് ജെഫ്രി നുഴഞ്ഞു കയറിയതല്ല, ഒരു ജീവനക്കാരന് സംഭവിച്ച അബദ്ധമായിരുന്നു അത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സിന്റെ ഓഫീസിലെ ജൂനിയറായ ഉദ്യോഗസ്ഥന് സംഭവിച്ച പിശക്. അതിന്റെ നാണക്കേട് മുഴുവൻ വന്നു ചേർന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ ചുമലിലും. അതീവ രഹസ്യ വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്ന് അധികൃതർ പറയുമ്പോഴും ഭരണകൂടവുമായി ഒരുവിധ ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയുടെ സാന്നിധ്യം എന്തുകൊണ്ട് മറ്റുള്ളവർ അറിയാതെ പോയി എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഗ്രൂപ്പിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് പരിശോധിച്ചിരുന്നുവെങ്കിൽ കണ്ടെത്താമായിരുന്നു അബദ്ധം. അതോ ജെഫ്രി ഗോൾഡ്ബർഗിന്റെ സാന്നിധ്യം ആരെങ്കിലും ആഗ്രഹിച്ചിരുന്നോ?